ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് സൈറൂസ് വേൾഡ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ മുഴുവനായിട്ട് കാണാനോ വീഡിയോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് ഞാൻ 3 മോംസിൻ്റെ പരിപാടി തന്നെ. ഇതെന്താണ് വീട് ആദ്യം കാണിക്കുന്നത് നോക്കണ്ട. ഈ വീട് കുടിയിരിക്കൽ കഴിഞ്ഞിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. ആ വീട് കുടിയിരിക്കലിൻ്റെ അന്ന് എനിക്ക് വീടിൻ്റെ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഈ പരിപാടി അവിടെ വെച്ചിട്ടായപ്പോൾ ഒന്ന് വീഡിയോ ഒക്കെ എടുത്താൽ. ഇത് കിച്ചണാണ്. കിച്ചണിൻ്റെ ബേസിൻ ആ സൈഡിലേക്കാണ്. അപ്പോൾ പിന്നെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പാത്രം കഴുകണതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് അപ്പോൾ എല്ലാവരും എത്താൻ കുറച്ച് ലേറ്റായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വീടിൻ്റെ വീഡിയോ ഒക്കെ നന്നായിട്ട് എടുത്ത് അങ്ങനെ മുകളിലേക്ക് കയറാണ്. ഇവൾക്കാകെ ഒരു മോളേ ഉള്ളൂ. ഇവരൊക്കെ ഗൾഫിലാണ്. അപ്പോൾ മോളെ റൂമൊന്ന് കാണിക്കുക. പിന്നെ അവിടെ ഒരു മേലെ ഒരു ചെറിയ നിസ്കാര റൂം ഉണ്ടായിരുന്നു. ഉള്ള സ്ഥലത്തെല്ലാം അഡ്ജസ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടൊരു വീടെടുത്തിട്ടുണ്ട്. 2 റൂമാണ് മേലെ, താഴത്ത് അതേപോലെ തന്നെ. ഇത് കണ്ടോ, ഇതാണ് മോളെ റൂം. ഇവർ പിന്നെ എല്ലാവരും ഗൾഫിലായതിനെക്കൊണ്ട് മോളെ ഭർത്താവും ഗൾഫിലാണ്, മോളും ഒക്കെ അവിടെയാണ്. എല്ലാവരും ലീവിന് വന്നതാണ്. അതാണ് നമ്മൾ ജൂലൈയിൽ കൂടുതൽ പരിപാടികൾ. അങ്ങനെ പിന്നെ മിഠായി ഇതൊക്കെ നമ്മളെല്ലാവരും എത്തിയ ശേഷം അത് തന്ന് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പോഴത്തേക്ക് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ടാക്കാം നമ്മളെ പരിപാടി കഴിച്ചിട്ട് നമ്മൾ ചോറും പിന്നെ കപ്സ് ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ നൂഡിൽസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയി. പിന്നെ മൂപ്പര ഗൾഫിലെ പിന്നെ തുർക്കിഷ് കാവ വീട്ടിൽ തരാണ് ചോറൊക്കെ കഴിഞ്ഞതിന് ശേഷം. നമ്മളത് എങ്ങനെയാണെന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതിൽ മധുരം ഇടൂല, നല്ല ടേസ്റ്റ് കുറവൊന്നുമില്ല, പക്ഷെ നല്ല ഹെൽത്തി കാവാണെന്ന് പറഞ്ഞ്, നല്ല ഗുണങ്ങളുള്ളതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറേ തമാശ ആക്കിയതാണ്. അങ്ങനെ എല്ലാവരും കാവൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മളെ ഗെയിമാണ്. പിന്നെ ആദ്യം ഗെയിം കളിക്കുന്ന മുന്നേ തന്നെ നമ്മളെ നറുക്കെടുപ്പ് കഴിയും. ആ നറുക്കെടുത്ത് കഴിഞ്ഞ് എല്ലാവർക്കും ബമ്പർ കിട്ടിയായിരിക്കും. അതാ മോൻ തന്നെ എടുക്കുന്നത്, ഇതവളെ മോനാണ്. അങ്ങനെ ബമ്പർ കിട്ടിയവരും ഒക്കെ ഭയങ്കര രസമായിട്ട് ഇരിക്കുകയാണ് എല്ലാവരും. കണ്ടോ, ഇതൊരു ഗെയിമാണ്. ഇത് എടുക്കുമ്പോൾ ഫസ്റ്റിലെ പേര് നമ്മളതാണ്. ആരെ പേരാണോ അവരൗട്ടായി. അങ്ങനെ ഈ പേര് വിളിക്കുന്നവരൊക്കെ ഔട്ടാവാണ്. അങ്ങനെ ഇപ്പോൾ മോനെടുത്തപ്പോൾ നമ്മളെ സായിദ് ഔട്ടായി. അങ്ങനെ ഓരോരുത്തർ ഔട്ടായിട്ട് ലാസ്റ്റ് ആരെ പേരാണുള്ളത് അവർ വിന്നറാവും കേട്ടോ. നല്ലൊരു ഗെയിമിന് എപ്പോഴും ഉണ്ടാവണ മാതിരി തന്നെ ഗെയിമിനൊക്കെ വെറൈറ്റികളുണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോൾ ഗെയിം കണ്ടുപിടിക്കലാണ്. അങ്ങനെ പേര് പോയവർ കളിയാക്കി ചിരിക്കുകയാണ്. അങ്ങനെ ഈ മോനിക്കാണ് ലാസ്റ്റ് ആ സന്തോഷം, ഗൾഫിലെ മോനാണ്. അപ്പോൾ വന്നിട്ട് പരിപാടിക്കൊക്കെ പങ്കെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മോനിക്കാണ് പ്രൈസ് കിട്ടിയത്. അങ്ങനെ നമ്മളെ വീട്ടുകുടുംബം തന്നെയാണ്, തെജി തന്നെയാണ് ആ പ്രൈസ് സ്പോൺസർ ചെയ്തത്. നമ്മൾ വാങ്ങിയത് കൂടാതെ അങ്ങനെയും ചെയ്യാറുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാറുണ്ട്. കുസൃതി ചോദ്യങ്ങൾക്ക് ആദ്യമായിട്ട് പ്രൈസ് കിട്ടി. അങ്ങനെ 2 കിട്ടി. 2 ചോക്ലേറ്റ്. അപ്പോൾ ഹാർട്ടിൻ്റെ ചോക്ലേറ്റ് അപ്പോൾ ഇതിൻ്റെ ഒരു കോമഡിയാണ്. അടുത്തത് കിജിക്കാണ് കിട്ടിയത്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പിന്നെ വേർഡ്സ് കൊണ്ടുവന്നിട്ട് നമുക്ക് പറയാമല്ലോ, നമ്മൾ നാവിൽ ഉളുക്കാൻ പറ്റുന്ന കുറച്ച് വേർഡ്സായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറയാണ്, എനിക്ക് പറയാൻ പറ്റുമോ എന്നുള്ളത് നോക്കാണ്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രൈസ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അറിഞ്ഞില്ല. കിണ്ടിയുമായി കുണ്ടിൽ കുളിക്കാൻ പോയി. കുണ്ടിൽ വീണത് കുന്തി ദേവി അറിഞ്ഞില്ല. അങ്ങനെ മോളെടുത്ത് കൊടുത്തിട്ട് നമ്മൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 5 പേരെ കിട്ടിയിട്ട് അതിൽ പറയാണ്. അപ്പം എൻ്റെ അതിൽ പോയി ഫൈനലിൽ. അങ്ങനെ സെക്കൻഡ് വെക്കാണ് കിട്ടിയത്, സാജുവിനെ കിട്ടിയത്. പിന്നെ ഫസ്റ്റ് നമ്മളെ ഷർലിക്കാണ് കിട്ടിയത്. അപ്പം നമ്മൾ വെറുതെ ആക്ട് ചെയ്യണം, നമുക്കാണ് പ്രൈസ് കിട്ടിയത്. നമ്മൾ 3 ആളും അങ്ങനെ ഒരു കേസ് അയച്ചില്ല. അപ്പോൾ 2 ആൾ പിന്നെ ഹഗ് ചെയ്ത്. പിന്നെ അടുത്ത ഗെയിം നമ്മളെ ബലൂൺ ഊതി പൊട്ടിക്കലായിരുന്നു. സാധാരണ നോർമൽ ഗെയിം തന്നെയാണെങ്കിലും ഇത് പൊട്ടിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അറിയില്ല. എല്ലാവരും ഇരുന്ന് കഷ്ടപ്പെട്ട് പൊട്ടിക്കുകയാണ്. അങ്ങനെ അതും എനിക്ക് മിസ്സായി. അങ്ങനെ 3ാമത്തെ ഗെയിമാണിത്. പിന്നെ ഇങ്ങനെ സ്ട്രോയിൽ എടുത്തിട്ട് ഇങ്ങനെ അട്ടിക്ക് വെക്കുക. അങ്ങനെ ഒരാൾ സ്പീഡ് ചെയ്യുന്നുണ്ട്, ഒരാൾ ക്ലാസ് വീണ് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്നും മൈൻഡ് ചെയ്യില്ല. ഞാൻ കഴിഞ്ഞെന്ന് അറിയണുണ്ടോ, പ്രൈസ് കിട്ടിയില്ല കേട്ടോ. ഇങ്ങനെ ഇനിയിപ്പോൾ അടുത്തത് ഇത് അതിനെക്കാട്ടി ബഹുരസം കളി കേട്ടോ. നമ്മളിതാ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എണിപ്പാമ്പ് കളിക്കാനുണ്ടാവില്ല, അതിൽ ഇങ്ങനെ ഇട്ട് നമ്പർ വന്നാൽ 6 കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ 1 മുതൽ 100 വരെ ആരാണോ ഫസ്റ്റ് ചെയ്തിരുന്നത് ഓരിക്കായിരിക്കും കിട്ടുക. ഞാൻ കുറേ കളിച്ചു നോക്കി, 4ഉം 3ഉം വന്ന് ലാസ്റ്റ് പിന്നെ കിട്ടിയവർക്കാണെങ്കിൽ എഴുതാനും പറ്റണില്ല. അങ്ങനെ അതിലും കിട്ടിയവരുണ്ട് കേട്ടോ. 60 വരെ 58 വരെ ഫസ്റ്റ് എഴുതിയവർക്ക് കിട്ടി.
അങ്ങനെ നമ്മളൊക്കെ വെറുതെ ഇട്ട് ഇങ്ങനെ എല്ലാവരും വാരാണ്, പെന്ന് വാരും, ഒറ്റ പെന്നും എല്ലാവർക്കും പേപ്പറും കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഗെയിമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റും ഉണ്ട് ഗെയിം കളിക്കാൻ. പ്രൈസ് കിട്ടുന്നതല്ല, ആ കളിക്കാനുള്ളൊരു ത്രില്ല. നല്ല മഴയൊക്കെ വരുന്നുണ്ട്, അപ്പോൾ എല്ലാവർക്കും പോകണമെന്നുണ്ട്. പക്ഷെ എന്നാലും എല്ലാവരും ഗെയിമൊക്കെ കളിച്ച് നല്ല ഹാപ്പി ആയിട്ട് അന്നത്തെ ഒരു ദിവസം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ കൂടുമ്പോഴും എല്ലാവരും കാണുമ്പോഴും ഉള്ള സന്തോഷം അന്ന് വേറെ തന്നെ. പിന്നെ അടുത്തത് പിന്നെ പ്രൈസ് കൊടുക്കൽ. നമ്മളിങ്ങനെ കൂടുമ്പോൾ ഞാൻ പറയില്ല, എല്ലാവർക്കും പ്രൈസ് കൊടുക്കലുണ്ട്. ഇതിൽ പിന്നെ ബമ്പർ പ്രൈസും പിന്നെ പരിപാടിക്ക് പങ്കെടുത്ത പിന്നെ പ്രൈസുകളാണ്. അങ്ങനെ എല്ലാവർക്കും ഇതാ ഞാൻ കൊടുക്കണം. എനിക്കും തരാനില്ല, ഞാൻ എല്ലാവർക്കും കൊടുത്ത് തൃപ്തി അടിയാണ്. കാരണം ഞാനിങ്ങനെ പറന്ന് കളിച്ച് എല്ലാ ഗെയിമിലേക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുമ്പോൾ ഗെയിം എനിക്കിതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. ഒരു പ്രാവശ്യമായിട്ട് കിട്ടിയെന്ന് സംശയമുണ്ട്. അങ്ങനെ നമുക്ക് ചായയൊക്കെ എടുത്ത് വെച്ച് ഐസ്ക്രീം ഉണ്ടായിരുന്നു, ഐസ്ക്രീമൊക്കെ കുടിച്ച് പിന്നെ ചായയും പലഹാരമൊക്കെ കുടിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് പിന്നെ പിരിഞ്ഞ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.